നിന്ന് കണ്ടെത്തിയത് സുകുമാരക്കുറുപ്പിനെ അല്ല ദാമോദര മേനോനെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്ത്. അസുഖബാധിതനായ ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ നോർക്ക നേരത്തെ ഇടപെട്ടിരുന്നതായും ഇതിനായി 1 മാസം മുമ്പ് സർക്കാരിന് കത്ത് നൽകിയിരുന്നതായും വ്യക്തമായി. ബ്രൂണയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആവശ്യപ്രകാരമാണ് നോർക്ക കത്തയച്ചത്. നോർക്കയുടെ കത്തിന്റെ പകർപ്പ് മീഡിയ വടന ലഭിച്ചു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിജിൻ, ഇന്നലെ മുതൽ തുടങ്ങിയ ട്വിസ്റ്റുകളാണ്. ആ ട്വിസ്റ്റുകൾക്ക് ഏതാണ്ട് ഒരു അന്ത്യമായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ കത്തിലെ വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ മുതൽ ആരംഭിച്ച ട്വിസ്റ്റാണ് അനീഷ. എന്തായാലും ഇപ്പോൾ അതിൽ ഏകദേശം ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നത്. ദാമോദര മേനോൻ എന്ന് പറയുന്ന മൂർക്കനാട് ദാമോദര മേനോന്റെ ചിത്രവും ഒപ്പം തന്നെ പാസ്പോർട്ടിലെ ചിത്രങ്ങളും ഒക്കെയാണ് പ്രചരിച്ചത് എന്നതിൽ വ്യക്തത കുറച്ചുകൂടി വരുത്തുന്ന കത്താണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നതാണ് നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ ബ്രൂണയിലെ ഹൈക്കമ്മീഷണർ നോർക്കയ്ക്ക് അയച്ച കത്താണ്. അതിൽ പറയുന്നത് കിഡ്നി സംബന്ധമായും ഒപ്പം തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന മൂർക്കനാട് ദാമോദര മേനോൻ എന്ന് പറയുന്ന അയാളെ പുനരധിവസിപ്പിക്കാനായി ഇടപെടണം എന്നുള്ളതായിരുന്നു ആ കത്തിൽ പറയുന്നത്. ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിട്ടും ബന്ധുക്കൾ അയാളെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നോർക്കയുടെ ഇടപെടലിൽ അയാൾക്കൊരു പുനരധിവാസം ഏർപ്പാടാക്കണം എന്നുള്ളതാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. ആ കത്താണ് നോർക്ക നിലവിൽ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. സർക്കാരിന് കൈമാറിയ കത്തിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഈ നിലവിൽ ദാമോദര മേനോന്റെ പാസ്പോർട്ട് നമ്പർ, നേരത്തെ പ്രചരിച്ചിരുന്ന പാസ്പോർട്ട് നമ്പറും ദാമോദര മേനോന്റെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് പാസ്പോർട്ട് നമ്പറുകളും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നലെ മുതൽ അഭ്യൂഹങ്ങളും ഒപ്പം തന്നെ ട്വിസ്റ്റുകളും ഒക്കെ നിറഞ്ഞ വിവരങ്ങൾ പുറത്തു വന്ന ആ വിവരങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വരികയാണ്. ദാമോദര മേനോൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ബ്രൂണയിൽ ഈ പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അയാൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഈ പറയുന്ന കിഡ്നി സംബന്ധമായ അസുഖം ഉൾപ്പെടെ പിടിപെട്ട്, വാർദ്ധക്യപരമായ അസുഖങ്ങൾ ഉൾപ്പെടെ പിടിപെട്ട് നിലവിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ഈ നിലവിലെ ഹൈക്കമ്മീഷന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ അവർ നൽകുന്ന ചികിത്സയിലൊക്കെയാണ് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ പുനരധിവാസം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് നോർക്കയ്ക്ക് ബ്രൂണയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കത്ത് നൽകുകയും ആ കത്ത് നിലവിൽ നോർക്ക തിരിച്ച് സർക്കാരിന് കൈമാറുകയും ചെയ്തതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് സുകുമാരക്കുറുപ്പ് ആയിരുന്നില്ല. നിലവിൽ പ്രചരിച്ചത് സുകുമാരക്കുറുപ്പിന്റെ ദൃശ്യങ്ങളോ സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഉണ്ടെന്ന വിവരങ്ങളോ തെറ്റാണ്. അതിനപ്പുറം ഈ ദാമോദര മേനോൻ എന്ന് പറയുന്ന ആളാണ് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ചിത്രങ്ങളിലും ഒപ്പം തന്നെ പാസ്പോർട്ട് നമ്പറുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ആൾ എന്ന് കൂടുതൽ വ്യക്തത വരികയാണ്. നേരത്തെ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നമ്പറും അദ്ദേഹം ഒരു ബന്ധുവിനെ വിളിക്കാറുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ബന്ധുക്കൾ തന്നെ അക്കാര്യത്തിൽ ഉള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 40 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾ, അയാൾ പല പ്രദേശങ്ങളിലും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, ഒപ്പം തന്നെ കൊല്ലപ്പെട്ടതായിട്ടുള്ള അഭ്യൂഹങ്ങൾ, മരണപ്പെട്ടതായ അഭ്യൂഹങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിൻ്റെയൊക്കെ അവസാനം നിലവിൽ ഇപ്പോൾ ആ കേസ് തന്നെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പിലേക്ക് കടന്നതോടുകൂടിയാണ് വീണ്ടും സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ താമസിക്കുകയാണ് എന്ന തരത്തിൽ വാർത്തകളും അവരെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള നിലയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുകയും മാധ്യമപ്രവർത്തകർ ആ പ്രദേശത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതല്ല സത്യാവസ്ഥ. അത് ദാമോദര മേനോൻ എന്ന തൃശ്ശൂർക്കാരനാണ്, മൂർക്കനാട് ദാമോദര മേനോൻ ആണ് എന്നുള്ള വിവരങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന ഒരു വിവരങ്ങൾ അതിന്റെ നോർക്ക സർക്കാർ നൽകിയ പാസ്പോർട്ട് നമ്പർ ഉൾപ്പെടെയുള്ള കത്താണ് നിലവിൽ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജിൻ, ഇത് എപ്പോഴയച്ച കത്താണ്? 1 മാസം മുമ്പാണ് നിലവിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നോർക്കയ്ക്ക് കത്ത് നൽകുന്നത്. ഇയാളെ പുനരധിവസിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് കത്ത്. അയാൾ ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ട് ആരും ചികിത്സിക്കാൻ ഇല്ലാതെ, അതായത് ഒരു മിഷന്റെ കീഴിലുള്ള സംവിധാനങ്ങൾ അയാളുടെ ചികിത്സ നോക്കി വരികയാണ്. അയാളെ പുനരധിവസിപ്പിക്കണം, അത് നാട്ടിലേക്ക് എത്തിച്ച് അയാളുടെ ആരോഗ്യ സ്ഥിതി വീണ്ടെടുക്കുവാനും അയാളുടെ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നോർക്കയ്ക്ക് കത്ത് നൽകുകയും ആ നോർക്ക അത് സർക്കാരിന് കൈമാറുകയും ചെയ്ത കത്താണ്. 1 മാസം മാത്രം മുമ്പാണ് ഈ കത്ത് നോർക്ക സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. അതിലെ പാസ്പോർട്ട് നമ്പർ പരിശോധിച്ചാൽ നിലവിൽ തൃശ്ശൂരിൽ നിന്നും അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഉള്ള പാസ്പോർട്ട് നമ്പറുകൾ രണ്ടും ഒന്ന് തന്നെയാണ്. നോർക്ക നിലവിൽ സർക്കാരിന് കൈമാറിയ ആ കത്തിൽ ആ പാസ്പോർട്ട് നമ്പർ കൂടി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പാസ്പോർട്ട് നമ്പറും നിലവിൽ ദാമോദര മേനോന്റേത് തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്.
നിലവിൽ പ്രചരിച്ചിരുന്ന ദൃശ്യങ്ങൾ, ആ പാസ്പോർട്ടിലെ ദൃശ്യങ്ങളായിരുന്നു. ആ ചിത്രമാണ് സുകുമാരൻ നായർ എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ആണ് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയും സുകുമാരൻ നായരാണ് കഴിഞ്ഞ കുറെ കാലമായി ബ്രൂണയിൽ താമസിക്കുന്നത്, അയാൾ ബന്ധുക്കളെ ബന്ധപ്പെടാറുണ്ട്, ഭാര്യയെ വിളിക്കാറുണ്ട് എന്നൊക്കെ തരത്തിലായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ദാമോദരൻ മേനോൻ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി അസുഖബാധിതനായി ചികിത്സയിലാണ്, അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ പുനരധിവസിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നോർക്കയ്ക്ക് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കത്ത് നൽകുകയും ആ കത്ത് സർക്കാരിന് കൈമാറുകയും ചെയ്തതിന്റെ പകർപ്പാണ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തത വരുന്ന ആ കത്താണ് നിലവിലിപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്.